ഹായ്, വെൽക്കം ടു ദ വേൾഡ് ഓഫ് CMA. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാക്ടീസ് പ്രോബ്ലം അത് 19 എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, വീഡിയോ ഒന്ന് കട്ടായിപ്പോയി. അത് കാരണമാണ് ഈ വീഡിയോ അതൊന്ന് പറഞ്ഞിട്ട് അടുത്തയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചേ. അതിൽ നമ്മൾ റീഓർഡർ ലെവല്, മിനിമം ലെവല്, മാക്സിമം ലെവൽ എല്ലാം നമ്മൾ ഡിഫറൻസ് ഒന്നുമില്ല, സാധാരണ എങ്ങനെ കാണുന്നു അതേപോലെ തന്നെയാണ്. ആവറേജ് സ്റ്റോക്ക് ലെവലിൽ മാത്രം നമ്മൾ മാക്സിമം പ്ലസ് മിനിമം ഡിവൈഡഡ് ബൈ 2 ഇട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിന് മാത്രമായിട്ട് എന്താണ് ഈ ആൻസർ എല്ലാ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ആൻസർ എല്ലാ ടെക്സ്റ്റിൽ വന്നേക്കണത് മിനിമം പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ള ആൻസറാണ് ടെക്സ്റ്റിൽ വന്നേക്കണത്. അതായത് റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണോ അതിൻ്റെ ഹാഫ് എടുത്തിട്ട് പ്ലസ് മിനിമം ലെവലും കൂടി ചേർത്ത്. അപ്പോൾ എക്ക് എന്ത് വരും? 400 പ്ലസ് ഹാഫ് ഓഫ് 750, ബിക്ക് 475 പ്ലസ് ഹാഫ് ഓഫ് 900, സിക്ക് 360 പ്ലസ് ഹാഫ് ഓഫ് 720 എന്ന് വരും. ആ ആൻസർ 775, 925, 720 ആ ആൻസറാണ് നമ്മൾ ടെക്സ്റ്റിൽ വന്നേക്കണത്. വേറെ ബാലൻസ് എല്ലാം നമ്മൾ അതേ പഠിച്ച അതേ ഫോർമാറ്റിൽ തന്നെ വന്നേക്കണം, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ഇനി നമുക്ക് പ്രീവിയസ് ഇയറിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിലിരുന്നുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിച്ചിരിക്കണേന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ലാസ്റ്റ് എക്സാം, അതായത് 2019 ഡിസംബറിലെ ലാസ്റ്റ് എക്സാമിന് കൂടി ഇതിൻ്റെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അത് 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് നോക്കാം. Z Limited uses 3 types of material A, B and C for production of product P, for which the following data apply. Raw material ABC എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂസേജ് പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് 10, 4, 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. റീഓർഡർ ക്വാണ്ടിറ്റി 10,000, 5,000, 10,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് പെർ kg തന്നിട്ടുണ്ട്. ഡെലിവറി പീരീഡ് ഇൻ വീക്സ്, മിനിമം റീഓർഡർ പീരീഡ്, ആവറേജ്, മാക്സിമം, അങ്ങനെ 3 തന്നിട്ടുണ്ട്. റീഓർഡർ ലെവൽ തന്നിട്ടുണ്ട്. അതിൽ ഒന്നിന് മാത്രം സിക്ക് മാത്രം റീഓർഡർ ലെവൽ മിസ്സിംഗ് ആണ്. മിനിമം ലെവൽ തന്നിട്ടുണ്ട്. അതിൽ എക്ക് മിനിമം ലെവൽ മിസ്സിംഗ് ആണ്. വീക്ക്ലി പ്രൊഡക്ഷൻ വേരീസ് ഫ്രം 175 to 225 യൂണിറ്റ്സ്. ആവറേജ് 200 യൂണിറ്റ് ഓഫ് ദ സെറ്റ് പ്രൊഡക്റ്റ്. വാട്ട് വുഡ് ബി ദ ഫോളോയിങ് ക്വാണ്ടിറ്റി? മിനിമം സ്റ്റോക്ക് ഓഫ് എ കണ്ട, മിനിമം സ്റ്റോക്ക് ഓഫ് എ ഇവിടെ എയുടെ മിനിമം സ്റ്റോക്കും മിസ്സിംഗ് ആണെന്ന് പറഞ്ഞില്ലേ, അത് കണ്ടുപിടിക്കണം. അതായത് ABC എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ടുപിടിക്കേണ്ട, ഒന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. മാക്സിമം സ്റ്റോക്ക് ഓഫ് ബി, മാക്സിമം സ്റ്റോക്ക് ഓഫ് ബിയുടെ മാക്സിമം സ്റ്റോക്ക് കണ്ടുപിടിക്കണം. റീഓർഡർ ലെവൽ ഓഫ് സിയുടെ റീഓർഡർ ലെവൽ കണ്ടുപിടിക്കണം. ആവറേജ് സ്റ്റോക്ക് ലെവൽ ഓഫ് എയുടെ ആവറേജ് സ്റ്റോക്ക് ലെവലും കണ്ടുപിടിക്കണം. അത് 9 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇതിൽ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യണം. മിനിമം സ്റ്റോക്ക് ഓഫ് എ കാണാനായിട്ട് ഫോർമുല അറിയാലോ. റീഓർഡർ ലെവൽ മൈനസ് നോർമൽ യൂസേജ് ഓർ ആവറേജ് യൂസേജ് ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് ഓർ ആവറേജ് റീഓർഡർ പീരീഡ്. അതിൽ റീഓർഡർ ലെവൽ എന്നുള്ളത് ഇതിൽ തന്നിട്ടുണ്ട്. റീഓർഡർ ലെവൽ എത്രയാണ്? റീഓർഡർ ലെവൽ എയുടെ 8,000 ആണ്. 8,000 മൈനസ് നോർമൽ യൂസേജ് ഓർ ആവറേജ് യൂസേജ് എത്ര തന്നേക്കണേ? 200 എന്ന് തന്നിട്ടുണ്ട്. 200. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇവിടെ എന്താണ് യൂസേജ് പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് എന്നുള്ളത് തന്നിട്ടുണ്ട് kgയിൽ. അത്രയാണ് എടുക്കേണ്ടത്? എയുടെ 10 ആണ്. അപ്പോൾ അതുകൂടി ഇൻറ്റു ചെയ്യണം. പിന്നെ ഇൻറ്റു എത്രയാണ്? നോർമൽ റീഓർഡർ പീരീഡ് ഓർ ആവറേജ് റീഓർഡർ പീരീഡ് എന്ന് വെച്ചാൽ എയുടെ 2 ആണ്. അത്രയേ ഉള്ളൂ. 200 ഇൻറ്റു 10, 2,000 ഇൻറ്റു 2, 4,000. 8,000 മൈനസ് 4,000, 4,000 kg വരും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? മാക്സിമം സ്റ്റോക്ക് ഓഫ് ബി എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോൾ മാക്സിമം സ്റ്റോക്ക് ഓഫ് ബി കാണാനായിട്ട് റീഓർഡർ എന്ന ഫോർമുല എന്താ? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഇതിൽ റീഓർഡർ ലെവൽ നമുക്ക് തന്നിട്ടുണ്ട്. റീഓർഡർ ലെവൽ ബിയുടെ എത്രയാണ്? 4750 എന്ന് തന്നിട്ടുണ്ട്. പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? റീഓർഡർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. എത്രയാണ്? 5,000. റീഓർഡർ ക്വാണ്ടിറ്റി 5,000 എന്ന് തന്നിട്ടുണ്ട്. മൈനസ് മിനിമം യൂസേജ് എത്രയാണ്? 175. പിന്നെ യൂണിറ്റ് തന്നേക്കണം ബിയുടെ 4, യൂസേജ് പെർ യൂണിറ്റ് 4 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് ബിയുടെ എത്രയാണ്? മിനിമം റീഓർഡർ പീരീഡ് 3 ആണ് അല്ലേ. മിനിമം റീഓർഡർ പീരീഡ് 3. അപ്പോൾ എത്ര വരുമെന്ന് നോക്കാം. ആൻസർ 175 ഇൻറ്റു 3 ഇൻറ്റു 4, 2,800.
എത്ര വന്നു? ആൻസർ 7650 ആൻസർ വന്നു. മാക്സിമം യൂസേജ് ഓഫ് സി, മാക്സിമം റീഓർഡർ ലെവൽ ഓഫ് സി, റീഓർഡർ ലെവൽ ഓഫ് സി കാണാനായിട്ട് മാക്സിമം യൂസേജ് ഉണ്ട് മാക്സിമം റീഓർഡർ പീരീഡ്. സിയുടെ മാക്സിമം യൂസേജ് എത്രയാണ്? സിയുടെ മാക്സിമം യൂസേജ് എന്ന് വെച്ചാൽ 225 × 6, 225 × 6 6 ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് എത്രയാണ്? മാക്സിമം റീഓർഡർ പീരീഡ് 4. അപ്പം ആൻസർ എത്ര കിട്ടും? 5400 kg എന്ന് കിട്ടും. ഇനി 4th വൺ, ആവറേജ് സ്റ്റോക്ക് ലെവൽ ഓഫ് എ. ഇപ്പോൾ ഈ പ്രോബ്ലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ആവറേജ് സ്റ്റോക്ക് ലെവൽ കാണാനായിട്ട് 2 ഫോർമുലയുണ്ട്. മിനിമം ലെവൽ പ്ലസ് മാക്സിമം ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി ഉണ്ട്. 2 ഫോർമുല ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ലെവൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? മിനിമം ലെവൽ ഓഫ് എ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, 4000 കിട്ടിയിട്ടുണ്ട്. മാക്സിമം ലെവൽ എന്താണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, അത് നമ്മൾ തിരിച്ച് കണ്ടുപിടിക്കണം. അതല്ല, ഇതാണ് ഇനി അടുത്ത ഫോർമുല എടുത്താൽ മിനിമം ലെവൽ ഇവിടെ ഉണ്ട്, ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. എത്രയാണ്? മിനിമം ലെവൽ എന്ന് വെച്ചാൽ 4000 ആണ്. ഇത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ മിനിമം ലെവൽ 4000 ആണ്, പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി എയുടെ എത്രയാണ്? 10000. അപ്പോൾ ഹാഫ് ഓഫ് 10000, അപ്പോൾ ടോട്ടൽ 5000 പ്ലസ് 9000 വരും. 9000 എന്നുള്ള ആൻസർ കിട്ടി. അല്ല, ഈ ഫോർമുലയിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ലെവൽ പ്ലസ് മാക്സിമം ലെവലിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാക്സിമം ലെവൽ കണ്ടുപിടിക്കണം. മാക്സിമം ലെവൽ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. മാക്സിമം ലെവൽ നമുക്ക് കണ്ടുപിടിക്കണം. അതിൻ്റെ ഫോർമുല എന്താ? റീഓർഡർ ലെവൽ ഓഫ് എ. റീഓർഡർ ലെവൽ ഓഫ് എ എത്രയാണ്? റീഓർഡർ ലെവൽ ഓഫ് എ എന്ന് വെച്ചാൽ 8000 ആണ്. എയുടെ റീഓർഡർ ലെവൽ 8000 ആണ്. പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി എത്ര? 10000 ആണ്. മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. മിനിമം യൂസേജ് 175 ഇൻറ്റു 10 ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് എത്രയാണ്? 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ 10 ഇൻറ്റു 2 3500. 16,250 എന്നുള്ളത് ആൻസർ കിട്ടും. ആൻസറാണ് 16,250. ഇനി ആ 16,250 ആണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ മിനിമം ലെവൽ 16,250 എന്നുള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് മിനിമം ലെവൽ 4000 അറിയാം, മാക്സിമം ലെവൽ ഇപ്പോൾ 16,250 കണ്ടുപിടിച്ചു, അത് ഡിവൈഡഡ് ബൈ 2 ഇടുമ്പോൾ 10,125 എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും അല്ലേ? സിമ്പിൾ അല്ലേ? 9 മാർക്ക് എങ്ങനെയായാലും നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 2018 ഡിസംബറിലാണ്. അത് എത്ര മാർക്കിനെന്ന് വെച്ചാൽ, മാർക്ക് ഇതിൽ തന്നിട്ടില്ല. അപ്പോൾ അത് എങ്ങനെ കാണുന്നതെന്ന് നോക്കാം. അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസഡ് ലിമിറ്റഡ് മാനുഫാക്ചർ സ്പെഷ്യൽ പ്രോഡക്റ്റ് വിച്ച് റിക്വയർ സെറ്റി ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് വെർ കളക്റ്റഡ് ഫോർ ദ ഇയർ 2017-18. മന്ത്ലി ഡിമാൻഡ് ഓഫ് ഇസഡ്. അതിൽ മന്ത്ലി ഡിമാൻഡ് എത്രയാണ്? 7500 ആണ്. നമുക്ക് എന്താ വേണ്ടത്? 7500 × 12 അല്ലേ? 7500 × 12 ആണ് നമുക്ക് ആനുവലായിട്ടാണ് വേണ്ടത്. അതെത്ര വന്നു? 90,000 വന്നു. അടുത്ത് കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻഡ് ഓർഡർ. ഇത് ഒ ആണ്, ഇതപ്പോൾ എ ആണ്, ഇത് ഒ ആണ്. റീഓർഡർ പീരീഡ് എത്രയെന്ന് തന്നിട്ടുണ്ട്? മിനിമം തന്നിട്ടുണ്ട്, മാക്സിമം തന്നിട്ടുണ്ട്. കോസ്റ്റ് പെർ യൂണിറ്റ് ഇതെന്താണ്? സി കണ്ടുപിടിക്കാൻ 60 × 10% എത്ര വരും? 6 വരും. സി ആണ്. പിന്നെ നോർമൽ യൂസേജ് തന്നിട്ടുണ്ട്, മിനിമം യൂസേജ് തന്നിട്ടുണ്ട്, മാക്സിമം യൂസേജ് തന്നിട്ടുണ്ട്. ഇനി അതിൽ എന്തൊക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? റീഓർഡർ ക്വാണ്ടിറ്റി, റീഓർഡർ ലെവല്, മിനിമം സ്റ്റോക്ക് ലെവല്, മാക്സിമം സ്റ്റോക്ക് ലെവല്, ആവറേജ് സ്റ്റോക്ക് ലെവല്. ഇത് ഇത്രയാണ് കണ്ടുപിടിക്കാൻ തന്നേക്കണത്. ഈസി അല്ലേ? വേറെ ഒന്നുമില്ല, ഫോർമുല അപ്ലൈ ചെയ്യണം, അത്രയേ ഉള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ 7 മാർക്കിനാട്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. ഇതിൽ നമ്മൾ റീഓർഡർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച അതേ ഇത് ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ 3873 എന്ന ആൻസർ കിട്ടും. അത് കഴിഞ്ഞ്
റീഓർഡർ ലെവൽ എങ്ങനെയാണ് മാക്സിമം യൂസേജ് ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ഇതെല്ലാം തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അങ്ങനെ തന്നെ തന്നിട്ടുണ്ട് മിനിമം സ്റ്റോക്ക് ലെവലും റീഓർഡർ ലെവൽ മൈനസ് നോർമൽ യൂസേജ് ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് ആൻഡ് 2750 ആൻസർ കിട്ടും. മാക്സിമം സ്റ്റോക്ക് ലെവൽ എത്രയാണ് റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് അതിന് 8623 ആൻസർ കിട്ടും. ആവറേജ് സ്റ്റോക്ക് ലെവൽ രണ്ട് തരത്തിലും കണ്ടിട്ടുണ്ട്. മിനിമം പ്ലസ് മാക്സിമം ഡിവൈഡഡ് ബൈ 2 കിട്ടുമ്പോൾ 5686.5 കിട്ടും. മിനിമം പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി കാണുമ്പോൾ 4686.5 കിട്ടും. ഇത് നമുക്കിനി ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം ക്വസ്റ്റ്യനിലുള്ള ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അത് ഫോർമുലയിൽ അപ്ലൈ ചെയ്യണം, അത്രയും മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം 2016 ഡിസംബറിൽ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അത് 5 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. അത് ഇതിലിരുന്ന് വ്യത്യസ്തമായിട്ടൊന്നും പറയാനായിട്ട് ഒന്നുമില്ല, എല്ലാം ഇതേ ടൈപ്പ് തന്നെ ചോദിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് ഇത്രയും കൊണ്ട് മനസ്സിലായില്ലേ. അതിലെങ്ങനെയാണ് നോക്കാം. 2 കമ്പോണൻസ് ഉണ്ട്, എ ആൻഡ് ബി ആർ യൂസ്ഡ് ഫോളോസ്. ഇത് നമ്മൾ ആ ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, അതേ സെയിം തന്നെ. അതായത് നോർമൽ യൂസേജ് 600 യൂണിറ്റ് ആണ്, മാക്സിമം യൂസേജ് 900 ആണ്, മിനിമം യൂസേജ് 300 യൂണിറ്റ് ആണ്. റീഓർഡർ ക്വാണ്ടിറ്റി എന്നുള്ളത് 4800 ബിക്ക് 7200 ആണ്. റീഓർഡർ പീരീഡ് എക്ക് 4 to 6, ബിക്ക് 2 to 4. അതിൽ റീഓർഡർ ലെവൽ, മിനിമം ലെവൽ, മാക്സിമം ലെവൽ, ആവറേജ് സ്റ്റോക്ക് ലെവൽ അതിന് മാത്രം എന്താ തന്നേക്കണേ ബേസ്ഡ് ഓൺ റീഓർഡർ ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി ഇല്ലേ മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യണം. അതിൽ മിനിമം പ്ലസ് മാക്സിമം ലെവൽ ചെയ്യേണ്ട കാര്യമില്ല. ഇതിങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചെയ്താൽ അത് മാത്രം തന്നാൽ മതി, അത് മാത്രമേ ഇവിടെ ഒരു പ്രത്യേകതയായിട്ടുള്ളൂ. അപ്പോൾ ഇത് ചെയ്യേണ്ടല്ലോ, ചുമ്മാ എക്സ്പ്ലെയിൻ ചെയ്തേ പോവാം. നമുക്ക് ഫസ്റ്റ് നോക്കാം റീഓർഡർ ലെവൽ എന്ന് വെച്ചാൽ എന്താ ഫോർമുല. റീഓർഡർ ലെവൽ എന്ന് വെച്ചാൽ മാക്സിമം യൂസേജ് ഉണ്ട് മാക്സിമം റീഓർഡർ പീരീഡ്. അപ്പോൾ നമുക്ക് മാക്സിമം യൂസേജ് എത്രയാണ്, മാക്സിമം യൂസേജ് 900 യൂണിറ്റ്, മാക്സിമം യൂസേജ് മാക്സിമം റീഓർഡർ പീരീഡ് 6, എക്ക് 900 × 6, ബിക്ക് 900 × 4. അത് വെച്ച് ആൻസർ ചെയ്യുക. മിനിമം ലെവൽ എന്ന് വെച്ചാൽ എന്താണ്, റീഓർഡർ ലെവൽ മൈനസ് നോർമൽ യൂസേജ് ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. റീഓർഡർ ലെവൽ എത്രയാണ്, റീഓർഡർ ലെവൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, എക്കും ബിക്കും കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് അത് മൈനസ് നോർമൽ യൂസേജ് എന്താണ്, നോർമൽ യൂസേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 600 തന്നിട്ടുണ്ട്. നോർമൽ യൂസേജ് 600 തന്നിട്ടുണ്ട്. നോർമൽ യൂസേജ് ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. നോർമൽ റീഓർഡർ പീരീഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, അറിയാവുന്ന കാര്യമല്ലേ. 600 ഇൻറ്റു നോർമൽ യൂസേജ് 6 + 4 10 ഡിവൈഡഡ് ബൈ 2 5. ഇതാണെങ്കിൽ 4 + 2 6 /2 3. അത് വെച്ച് അപ്പോൾ എന്താണ് റീഓർഡർ ലെവൽ 5400 മൈനസ് നോർമൽ യൂസേജ് 600 ഇൻറ്റു 5. അതിന് ബിക്ക് ഇൻറ്റു 3 ഇടണം, അതേ വ്യത്യാസമുള്ളൂ. ഇനി മാക്സിമം ലെവൽ എന്താണ് ചെയ്യേണ്ടത്, മാക്സിമം ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഫോർമുല. മാക്സിമം ലെവൽ എന്ന് വെച്ചാൽ റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം യൂസേജ് ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. റീഓർഡർ ലെവൽ എത്രയാണ്, റീഓർഡർ ലെവൽ 5400. റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്, റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീഓർഡർ ക്വാണ്ടിറ്റി കണ്ടിട്ടുണ്ട് 4800 എക്കും 7200 ബിക്കും. അത് മൈനസ് എത്രയാണ് ചെയ്യേണ്ടത്, മിനിമം യൂസേജ് ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. മിനിമം യൂസേജ് എത്രയാണ് 300 × 4, ഇതിന് 300 × 2. അത്രയേ ഉള്ളൂ ആൻസർ. ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്താണ്, മിനിമം ലെവൽ പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റിയിൽ ചെയ്യണം. മിനിമം ലെവൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്, പ്ലസ് ഹാഫ് ഓഫ് റീഓർഡർ ക്വാണ്ടിറ്റി 4800ൻ്റെ ഹാഫ് എടുക്കുക, 2400 എടുക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. അതേപോലെ തന്നെ ബിക്കും ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത ഒന്ന് 2016 ജൂണിൽ ചോദിച്ചിട്ടുണ്ട്. ആ 2 മാർക്കിൻ്റെ, ഇപ്പോൾ നമ്മൾ 9 മാർക്കിൻ്റെ കണ്ടു, 7 മാർക്കിൻ്റെ കണ്ടു, 5 മാർക്കിൻ്റെ കണ്ടു, ഇനി ഇപ്പോൾ 2 മാർക്കിൻ്റെയും ചോദിച്ചിട്ടുണ്ട്. ഇത്തിരി ഡിഫറെൻ്റ് ആണ്, നമ്മൾ ചെയ്യാത്ത ഒരു ടൈപ്പാണ്. അതായത് കാൽക്കുലേറ്റ് റീഓർഡർ ലെവൽ ഫ്രം ദ ഫോളോയിങ്. റീഓർഡർ ലെവൽ മാത്രം കണ്ടുപിടിച്ചാൽ മതി. അതിൽ ലീഡ് ടൈം തന്നിട്ടുണ്ട് 3 വീക്ക് എന്നുള്ളത് കണ്ടിട്ടുണ്ട്. സേഫ്റ്റി സ്റ്റോക്ക് 100 യൂണിറ്റ് തന്നിട്ടുണ്ട്. ആനുവൽ യൂണിഫോം യൂസേജ് ആണ് വേണ്ടത്. നമുക്ക് റീഓർഡർ ലെവൽ കണ്ടുപിടിക്കാൻ എന്താ വേണ്ടത്, മാക്സിമം യൂസേജ് ആണ് വേണ്ടത്. അപ്പോൾ മാക്സിമം യൂസേജ് ആണ് വേണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആനുവൽ യൂണിഫോം യൂസേജ് ഉണ്ടല്ലോ, അതായത് 2600 എന്നുള്ളത്, അതിന് വീക്കിലേക്ക് എടുക്കണമെങ്കിൽ ഡിവൈഡഡ് ബൈ 52 കണ്ടിട്ട് ഇൻറ്റു നമ്മുടെ ലീഡ് ടൈം എത്ര, റീഓർഡർ പീരീഡ് എത്രയാണ് 3 വീക്സ് ആണ്. അതിന് പ്ലസ് സേഫ്റ്റി സ്റ്റോക്ക് കൊണ്ട് പ്ലസ് ചെയ്താൽ മതി. അതാണ് എന്ത് റീഓർഡർ ലെവൽ. അതായത് ആനുവൽ യൂണിഫോം യൂസേജാണ് തന്നേക്കണം. ആനുവൽ യൂണിഫോം യൂസേജിന് നമുക്ക് വീക്സിലേക്ക് കാണണം. എത്ര വീക്ക്, ഒരു വീക്കിന് എത്രയെന്ന് കാണണം. അതിന് നമ്മുടെ ലീഡ് ടൈം എത്രയാണ്, നമുക്ക് റീഓർഡർ പീരീഡ് വേണ്ട 3 വീക്സ് ആണ്. അപ്പോൾ ഇൻറ്റു 3 ചെയ്യണം, പ്ലസ് സേഫ്റ്റി സ്റ്റോക്ക് കൊണ്ട് പ്ലസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെവൽസ് ഓഫ് സ്റ്റോക്ക് എന്നുള്ള പോർഷൻ നമ്മളിവിടം കൊണ്ട് നിർത്തുവാണ്. ഇനി പ്രീവിയസ് ചോദിച്ചാലോ അങ്ങനെ
അത്ര അധികമായിട്ട് ചോദിച്ചിട്ടില്ല. ചോദിച്ചതും നമ്മൾ സാധാ ഇതേപോലെ ചെയ്ത അതേ പ്രോബ്ലം തന്നെയാണ്, വെറൈറ്റി ആയിട്ടുള്ളതൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിർത്തുവാണ് ഇത്. ഇനിയിപ്പോൾ നമ്മൾ മെറ്റീരിയൽ എന്നുള്ള ചാപ്റ്ററിൽ EOQ കഴിഞ്ഞു, ലെവൽസ് ഓഫ് സ്റ്റോക്ക് കഴിഞ്ഞു. ഇനി അടുത്ത ടോട്ടൽ കോസ്റ്റ് ഓഫ് പർച്ചേസും ടോട്ടൽ കോസ്റ്റ് ഓഫ് പർച്ചേസ് റോ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ആണ്. അത് ഓരോ ക്ലാസ് മതി എന്നാണ് വിചാരിക്കണേ. ഓരോ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ചെറിയ ചെറിയ പോർഷനാണ്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.